കുറച്ച് നേരം എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. ടീച്ചർ എന്തോ ഓർത്തെടുത്ത പോലെ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു, ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ആ പോഴൻ ജോത്സനാണ് ആ മോനെ ചിത്രങ്ങൾ വരക്കണേ. എൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി. ടീച്ചർ എന്നെ അമർത്തി പിടിച്ചുകൊണ്ട് ടീച്ചർ എന്നോട് പറഞ്ഞു, നീ രക്ഷപ്പെട്ടല്ലേ മോനെ. എനിക്ക് ഖത്തറിൽ നിന്ന് ഒരു 4 കൊല്ലത്തിന് മുമ്പ് ഒരു എൻക്വയറി വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുന്നുണ്ടെന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ജോണി എന്നാണ്. ഖത്തറിൽ അത്യാവശ്യം വലിയൊരു ബിസിനസ്സുകാരനാണ്. ഒരു 8000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട്, ഒറ്റ നിലയുള്ളൊരു വീടാണ്. നോർമൽ കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അടുത്ത 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി എന്നെ വിളിച്ചു. ഞാൻ ഓർത്ത് ഓഫീസിലേക്ക് വരാനാണെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കൊച്ചിയിലുണ്ട്, ഞാനൊരു ലൊക്കേഷൻ ഇട്ട് തരാം ജൂഡ്സിന് അങ്ങോട്ട് വരാൻ. അപ്പോൾ എൻ്റെ സ്വന്തം നാട് പശ്ചിമ കൊച്ചിയാണ്. ഞാൻ പശ്ചിമ കൊച്ചിയിലേക്ക് യാത്ര ചെയ്ത് ലൊക്കേഷൻ ഇട്ടതിനനുസരിച്ച് ഞാൻ ചെന്നപ്പോൾ എൻ്റെ വീടിനോടൊക്കെ തന്നെ ഒരു 2 കിലോമീറ്ററിന് അടുത്ത് തന്നെയാണ്. ഞാനവിടെ ചെന്ന് കയറി, അവിടെ ഇരുന്ന് സംസാരിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ ഇവിടെ ഈ അടുത്ത് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നതാണ്, ഇപ്പോൾ അമ്മ അമേരിക്കയിലാണ്, മൂത്ത ജ്യേഷ്ഠൻ്റെ ഒപ്പമാണ്, ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ഖത്തറിലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീട് വെക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ പ്ലാനിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ ഞങ്ങൾ സംസാരിക്കുന്ന മുറിയിലേക്ക് വന്നു. ടീച്ചറിനെ കണ്ടപ്പോൾ ഞാൻ എനേറ്റ് ചെയ്യുന്നു. എന്നെ പഠിപ്പിച്ച എൻ്റെ മറിയാമ്മ ടീച്ചർ 3ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചാണ്. ഞാൻ ടീച്ചറിനോട് ബഹുമാനവും പുരസ്കാരം ചോദിച്ചു, ടീച്ചർ എന്നെ ഓർക്കുന്നുണ്ടോ? ടീച്ചർ എന്നോട് പറഞ്ഞ്, 100 കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചതല്ലേ ഞാൻ മോനെ, എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല. അതിൻ്റെ പേരെല്ലാം പറഞ്ഞ്, ഏത് വർഷമാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ടീച്ചറിന് എന്നെ മനസ്സിലായില്ല. കുറച്ച് നേരം കൂടി ഞങ്ങൾ പ്ലാനിനെ പറ്റിയും പുള്ളിയുടെ ആവശ്യങ്ങളെ പറ്റിയും ബെഡ്റൂമിനെ പറ്റിയും ഡിസൈനിങ്ങിനെ പറ്റിയും ഒക്കെ എന്നോടിങ്ങനെ പുള്ളി സംസാരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ സംസാരം ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ, കുട്ടിക്കാലത്ത് ചിത്രങ്ങളൊക്കെ വരക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. എൻ്റെ പേര് പീറ്റർ എന്നാണ്, പീറ്റർ ജൂഡ്സൺ എന്നാണ്. അപ്പോൾ പീറ്റർ എന്നാണ് എന്നെ സ്കൂളിൽ വിളിച്ചിരുന്നത്. ടീച്ചർ കുറച്ച് നേരം എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. ടീച്ചർ എന്തോ ഓർത്തെടുത്ത പോലെ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു, ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ആ പോഴൻ ജൂഡ്സനാണ് ആ മോനെ ചിത്രങ്ങൾ വരക്കണേ. എൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി. ടീച്ചർ എന്നെ അമർത്തി പിടിച്ചുകൊണ്ട് ടീച്ചർ എന്നോട് പറഞ്ഞു, നീ രക്ഷപ്പെട്ടല്ലേ മോനെ എന്ന്. എൻ്റെ ഓർമ്മകളിലെല്ലാം ഓർത്തു വെക്കുന്ന ഒരു നിമിഷങ്ങളാണ് അതെന്നെ. കുട്ടിക്കാലത്ത് ടീച്ചറിന് ഒരുപാട് ചിത്രങ്ങൾ വരച്ചു കൊടുക്കുമായിരുന്നു. ടീച്ചർ എന്നെ വല്ലാതെ പരിഗണിച്ചിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ വരയുടെ ലോകത്തേക്ക് ഞാൻ കൂടുതലും കടന്നത്. എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ്, ഞാൻ വരച്ച ചിത്രങ്ങളുടെ മേന്മ തന്നെയാണ് എൻ്റെ വരും കാലങ്ങളിലേക്കുള്ള ആർക്കിടെക്ചറിലേക്കും ഡിസൈനിങ്ങിലേക്കും എനിക്ക് മുന്നോട്ട് നീങ്ങാനുള്ള പ്രചോദനമായത്.